രാമായണത്തിന് ലിഖിതവും അലിഖിതവുമായ നിരവധി പാഠങ്ങളുണ്ട്. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ, പ്രത്യേകിച്ച് ഏഷ്യയിലെ പല രാജ്യങ്ങളിലും വാമൊഴിയായിട്ട് പ്രചരിച്ച ഒരുപാട് രാമായണ പാഠങ്ങളുണ്ട്. ഇന്തോനേഷ്യ, മലേഷ്യ, ശ്രീലങ്ക, ജപ്പാൻ, തായ്ലൻഡ് എന്നീ രാജ്യങ്ങളിലൊക്കെ തന്നെ, ഫിലിപ്പീൻസ് എന്നീ രാജ്യങ്ങളിലൊക്കെ തന്നെ രാമായണ പാഠം അവിടുത്തെ സംസ്കാരവുമായി ചേർന്നുകൊണ്ട് അവിടുത്തെ സാംസ്കാരികമായ രീതിയിലാണ് ഉണ്ടാക്കപ്പെട്ടിട്ടുള്ളത്. കാട്ടിലും കരയിലും കടലിലുമൊക്കെ തന്നെ രാമായണ ചിന്തകളുണ്ട്. നമ്മുടെ കേരളത്തിൽ വിവിധ ആദിവാസി സമൂഹങ്ങൾക്കിടയിൽ, അതുപോലെ മറ്റു ദളിത് സമൂഹങ്ങൾക്കിടയിലൊക്കെ തന്നെ രാമായണ ചിന്തകൾ ഏറെയാണ്. പാലക്കാട് ജില്ലയിലെ അട്ടപ്പാടിയിലെ ഇരുള സമൂഹത്തിൻ്റെ ശ്രീരാമ ലവകുശ നാടകം രാമായണത്തിൻ്റെ കഥ വ്യത്യസ്തമായ രീതിയിലാണ് പറഞ്ഞു വരുന്നത്. പോരണ്ട സീതേ നീ കാട്ടിലേക്ക്, കാട്ടാനയുണ്ട്, കരടിയുണ്ട്, കാട്ടുമൃഗങ്ങളും കൂട്ടരുമുണ്ട്. ഇത് കേരളത്തിലെ മലബാറിലെ ഒരു ദളിത് സമൂഹത്തിൻ്റെ കോൽക്കളിപ്പാട്ടിലെ രാമായണ ചിന്തകളാണ്. ചെഞ്ചോല കിളിപ്പെണ്ണെ ചെഞ്ചമ്മേ വരിക നീ, എന്തൊരു പായാരങ്ങൾ പറവാനുള്ളൂ തത്തേ. ആനേനാമൊരു 10 കരങ്ങളിരുപതും, രാവണനുണ്ടെന്നൊരു കേട്ടു കേൾവിയേയുള്ളൂ. അവൻ്റെ നിറങ്ങളും ഗുണവും ഭംഗികളും ഞങ്ങൾക്കു പലകമേൽ വരച്ചു കാട്ട വേണം. കോൽക്കളിക്കാണ് ഇത് പ്രധാനമായിട്ടും പാടുന്നത്. വട്ടക്കളികൾക്കൊക്കെ പാടുന്നുണ്ട്. മാരീചൻ പണ്ടു പൊന്മാനായി വന്നു, മാനീനെ കണ്ടു കൗതുകം പൂണ്ടു. അയ്യോ ഭർത്താവേ മാൻകീടാവീതാം, പിടിച്ചിങ്ങു തരിക ഭർത്താവേ നാഥ. മാൻപിടിപ്പാനായി രാമദേവൻ പോയ സമയത്ത് തികതിക പുള്ളി മൃഗാധികളായവ മാനുകൾ തുള്ളി. ഇതേപോലെ നിരവധി സമൂഹങ്ങൾക്കിടയിൽ രാമായണത്തിൻ്റെ നാടോടി ആഖ്യാനം കൊണ്ട് വാമൊഴി പാഠങ്ങളുണ്ട്. കേരളത്തിൽ ഏറെ പ്രചാരത്തിലുള്ള രാമായണത്തിൻ്റെ ഒരു വാമൊഴി പാഠമാണ് മാപ്പിള രാമായണം. വടകര വില്യാപ്പള്ളിയിലുള്ള TH കുഞ്ഞിരാമൻ നമ്പ്യാർ എന്ന സഹൃദയനും കലാകാരനും, അദ്ദേഹത്തിലൂടെയാണ് സമൂഹം മാപ്പിള രാമായണത്തെ അറിയുന്നത്. അദ്ദേഹം മാപ്പിള രാമായണത്തിൻ്റെ വരികൾ ശേഖരിച്ചതാവട്ടെ അന്നാട്ടിലൊക്കെ പാട്ടുകൾ പാടി നടന്നിരുന്ന ഹസൻ എന്ന ആളിൽ നിന്നാണെന്നാണ് കേൾവി. ഇന്ന് മാപ്പിള രാമായണത്തിൽ 150-ൽ പരം വരികളുണ്ട്. മാപ്പിള രാമായണത്തിൽ മാപ്പിള സമൂഹത്തിൻ്റെ തനത് മൊഴികളും ഭാഷാപരമായിട്ടുള്ള സവിശേഷതകളും ചേർന്നിട്ടുണ്ട്. അങ്ങനെ മാപ്പിള സമൂഹത്തിലെ സംസ്കാരത്തിൻ്റെ മൊഞ്ചും മൊഴിയും ചേർന്നതാണ് മാപ്പിള രാമായണം. ഇതിൻ്റെ ആദ്യ ഭാഗം രാമായണത്തിൽ വിവിധ കാണ്ഡങ്ങളുള്ളതുപോലെ മാപ്പിള രാമായണത്തിന് പ്രധാനമായിട്ടും 5 പാട്ടുഭാഗങ്ങളുണ്ട്. അതിൽ ആദ്യത്തേത് വളരെ പ്രധാനപ്പെട്ടതാണ്. രാമായണം എന്താണെന്നും രാമായണത്തിലെ കഥ എന്താണെന്നും രാമായണത്തിലെ കഥാപാത്രങ്ങളെയും വളരെ സംക്ഷിപ്തമായി വിവരിക്കുന്നതാണ് ആദ്യത്തെ ഭാഗം. ലാമ 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 ലാമ. പണ്ട് താടിക്കാരനൗലി പാടി വന്ന പാട്ട് കണ്ടതല്ലേ ഞമ്മളി രാമായണം കഥ പാട്ട്. കർക്കിടകം കാത്തു കാത്തു കുത്തിരിക്കും പാട്ട്, കാതിരണ്ടിലും കൈവിരലി ചോരി കൂട്ടും പാട്ട്. മൂന്നു പെണ്ണിനെ ദശരഥൻ നിക്കാഹ് ചെയ്ത പാട്ട്, അമ്മി കുമ്മായം മറിഞ്ഞും മക്കളില്ല പാട്ട്. പായസം കൂട്ടിച്ച
പിടിച്ചു മൂന്നും നാലും പെറ്റ പാട്ട് നാലിലും മൂത്തുള്ള രാമൻ വേലു കൂട്ടും പാട്ട്. വളരെ വ്യക്തമാണ്. ഇത്രയും ഭാഗം പാടുമ്പോൾ തന്നെ ആ രാമായണ കഥയിലെ പ്രധാനപ്പെട്ട കഥ തന്തു മുന്നോട്ട് വെക്കുന്നുണ്ട്. നാലിലും മൂത്തുള്ള രാമൻ്റെ ആ പ്രശസ്തി ഇങ്ങനെ പറയുന്നതും കൂടിയാണ് രാമായണം എന്ന് ഈ ഒരു മാപ്പിളപ്പാട്ട് ശൈലിയിൽ പറഞ്ഞു വെക്കുന്നുണ്ട്. അതേസമയത്ത് രണ്ടാമത്തെ ഭാഗം, മാപ്പിള രാമായണത്തിൻ്റെ രണ്ടാമത്തെ പാട്ട് ഭാഗത്തിൽ ശൂർപ്പണയുടെ ചമഞ്ഞൊരുങ്ങൾ എന്നൊക്കെ പറയാം. കുന്നും മലയും കയറി കുഞ്ഞു ചലമ്പ് ഞെടുക്കും വന്നൊരു സുന്ദരി രാവണൻ്റെ പെങ്ങളുമ്മ. കുന്നും മലയും കയറി കുഞ്ഞു ചലമ്പ് ഞെടുക്കും വന്നൊരു സുന്ദരി രാവണൻ്റെ പെങ്ങളുമ്മ. പൊന്നു പൊരുത്തൊരു പാതാളത്തിലെ സുൽത്താനോരേ മിന്നും പൊമ്മണി കമ്മണി ബീവി ശുപ്പണക. കാലക്കിടിനലക്കിന് സുൽത്താൻ മയ്യത്തായി ശീലം കെട്ടോൾക്കൊന്നും വേണം മാപ്പിളയൊന്ന്. ആങ്ങളെ രാവണ രാജാവോടു സംഗതി ചൊല്ലി പെങ്ങൾ കണ്ടാൽ സമ്മതമാണെന്നവരും ചൊല്ലി. ഇപ്പോൾ രാവണനോട് സമ്മതം വാങ്ങിയിട്ട് പിന്നീട് ശൂർപ്പണഖയുടെ ചമഞ്ഞൊരുങ്ങലാണ്. ഈ ചമഞ്ഞൊരുങ്ങലൊക്കെ തന്നെ നമ്മളൊരു 10-50 കൊല്ലം മുമ്പുള്ള കേരളത്തിലെ മലബാറിലെ സാധാരണ സ്ത്രീകളുടെ അണിഞ്ഞൊരുങ്ങൽ എങ്ങനെയാണോ ആ ഒരു മട്ടും ഭാവവുമാണ് അതിനൊക്കെ ഉള്ളത്. എന്ന് വെച്ചാൽ സാധാരണ ജനങ്ങളാണ് മാപ്പിള രാമായണത്തിലെ കഥാപാത്രങ്ങളായ പ്രതിനിധികൾ. മൂന്നാമത്തെ ഒരു ഭാഗത്തേക്ക് കടക്കുമ്പോൾ ശൂർപ്പണഖയും ശ്രീരാമനും തമ്മിലുള്ള കണ്ടുമുട്ടലാണ്. ശൂർപ്പണഖയുടെ പ്രണയാഭ്യർത്ഥനയാണ്. പുല്ല് വിരിച്ച് പൂ വച്ച് തോലോടൂത്ത നല്ലോരാണം രാമനെ നോക്കി പൂതി വന്ന്. പുന്നാരപ്പൊന്നുമ്മ ബീവി ശൂർപ്പണഖ പുന്നാര കണ്ണിച്ച് യോതി രാമനോട്. ആരാ ഇങ്ങൾ വല്യക്കാരാ പേരെന്താണോ കൂടെ കാണുന്നാരാ പെണ്ണ് വീടരാണോ. മക്കളില്ലേ കൂടെ മരുമക്കളില്ലേ പൂക്കും പൂവും ചെന്നൊരു പെണ്ണ് പറ്റിട്ടില്ലേ. ഞാനോ രാമൻ സീത വീടര് പറ്റിട്ടില്ല കൂടെ ഒരുത്തൻ കൂട്ടിന് ലക്ഷ്മണൻ അങ്ങോട്ടുണ്ട്. കുശലനാട് കുശലടി നാട് ബാപ്പ നാട് കാരണം വണ്ടി കാട്ടിന് വന്നത് നെയ്യാരുമ്മ. ലങ്കാ നാടിലിളങ്കും രാവണ രാജാവിൻ്റെ ലങ്കും തങ്കും പുന്നാര പുതുപെങ്ങളല്ലേ. പൂങ്കാവന പൂങ്കുയിലെ ഞമ്മോടൊത്ത് ലങ്കാ നാട്ടിൽ പോരി അളിയൻ രാജാവല്ലേ. ആണിന് പെണ്ണ് പെണ്ണിനൊരാണ് ശരീരത്തിന് നിയമം ആപത്താണേ പെണ്ണെ മോളെ മുലമാറ്റിപ്പാല്. ആണിന് പെണ്ണ് 4-5 വെച്ചാലെന്താ പെണ്ണിനങ്ങനെ പാടില്ലെന്നാ ശരീരത്തിന് നിയമം. തക്കും തന്നെ പിടിച്ചാൽ എന്താ മാറ്റിക്കാച്ചേണോ ലങ്കാശിങ്കെ പോട് മോളെ പാടും നോക്കി. ഇവിടെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പുതിയ നിയമങ്ങളെപ്പറ്റിയും സമുദായത്തിലെ പുതിയ നിയമങ്ങളെപ്പറ്റിയൊക്കെ പരാമർശിക്കുന്നുണ്ട്. അപ്പോൾ ശൂർപ്പണഖ ആ കാലത്ത് മാത്രമല്ല പുതിയ കാലത്തുമുള്ളൊരു സ്ത്രീ സമൂഹത്തിൻ്റെ പ്രതിനിധിയായിട്ട് വേണം കരുതാൻ. നിയമങ്ങളെ ചോദ്യം ചെയ്യുന്നു. ഇവിടെ ശരിയത്ത് നിയമങ്ങളെ പോലും ചോദ്യം ചെയ്യുന്ന രീതിയിലാണ് ശൂർപ്പണഖയുടെ സംഭാഷണം. രാമനാവട്ടെ ശൂർപ്പണഖയുടെ പ്രണയാഭ്യർത്ഥന എല്ലാ തരത്തിലും നിരാകരിക്കുന്നു. തേക്കുന്നെണ്ണ പിടിച്ചാൽ എന്താ മാറ്റിക്കാച്ചയാണോ ലങ്കാശിങ്കെ പോടു മോളെ പാടും നോക്കി. ഇവിടെ തികച്ചും മലബാറിലെ പ്രത്യേകിച്ചും വടക്കൻ മലബാറിലെ സംസാര ശൈലി ഉൾച്ചേർന്നിട്ടുണ്ട്. പോടുമോളെ, ആടെ, ഈടെ ഇങ്ങനെയുള്ള പ്രയോഗങ്ങളൊക്കെ തന്നെ വടക്കൻ മലബാറിലെ സംസാര ശൈലിയും കൂടിയാണ്. അപ്പോൾ പ്രാദേശികമായിട്ടുള്ള ഭാഷാ സംസ്കാരവും പാട്ട് സംസ്കാരവും ഒക്കെ ഈ മാപ്പിള രാമായണത്തിൽ ഉൾച്ചേർന്നിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. മാപ്പിള രാമായണത്തിൻ്റെ അടുത്ത ഭാഗത്ത് രാവണൻ അശോകവനയിൽ പ്രവേശിച്ച് സീതയെ പല കാര്യങ്ങൾ പറഞ്ഞ് പ്രലോഭിപ്പിച്ച്
പ്രണയം നടിച്ച് വശംവദയാക്കാൻ നോക്കുന്നൊരു ഭാഗമാണ്. ഇവിടെ നമ്മൾ ആ ഭാഷയുടെ സൗന്ദര്യം വളരെ ആസ്വദിക്കപ്പെടുന്ന രീതിയിലാണ്. മാപ്പിള രാമായണത്തിൽ ഉടനീളം കാണുന്നത് നർമ്മത്തിന് അതിപ്രാധാന്യമുണ്ട്. അതുകൊണ്ടാണ് വാക്കുകൾ നർമ്മം ചാലിച്ച വാക്കുകളാണ് പലപ്പോഴും ഉള്ളത്. അപ്പോൾ രാവണൻ്റെ പ്രണയാഭ്യർത്ഥന നമുക്ക് കേട്ടാൽ ഒരുപാട് വർഷം മുമ്പുള്ള നമ്മുടെ ചെറുപ്പക്കാരുടെ ഒരു മട്ടും ഭാവവും പ്രണയത്തിൻ്റെ മട്ടും ഭാവവും ഒക്കെ തന്നെ ഇതിൽ നിന്ന് പ്രകടമാവും. ചത്ത പയ്യൻ്റാല നോക്കി കുത്തിരിഞ്ഞിട്ടെന്താ കുത്തടങ്ങിട്ടൊത്ത പയ്യനെ മാറ്റി വാങ്ങി പോറ്റ് നിന്നെ വിട്ടു കെട്ടി പെണ്ണെ 2 മാസം മുമ്പേ രാമനാം പാഹയനെങ്ങോ കപ്പലേറിപ്പോയി കോടമായ പെയ്യുമള്ള ഇപ്പയക്കം കേട്ടാൽ മാറു നീങ്ങാതെന്തു പൊന്നെ താമരത്തമ്മേ. ഞാനീ പറയുന്ന വാക്കുകൾ കേട്ടാൽ പ്രണയം തുളുമ്പുന്ന വാക്കുകൾ കേട്ടാൽ കോടമഴ പോലും പെയ്തിറങ്ങും. എന്നിട്ടും എന്തിനാണ് പൊന്നെ നിൻ്റെ മുഖത്തെ ഈ കാറ് നീങ്ങാത്തത് എന്നൊരു വളരെ സാധാരണമായ രീതിയിൽ നാട്ടുമൊഴികളാണ് അവിടെയാണ് മാപ്പിള രാമായണത്തിലെ പല വരികളും നമുക്ക് വളരെ ആകർഷകമായി തോന്നുന്നത്. ഭാഷയുടെ ഒരു കരുത്തായി നമുക്ക് തോന്നുന്നത്. അടുത്ത ഭാഗം ഹനുമാൻ്റെ ലങ്കാ പ്രവേശമാണ്. താനിന്നെ 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 തന താനിന്നെ 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 തന താനിന്നെ 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 കലങ്കലിങ്കലൻ രാവണൻ 10 തടി വടിപ്പിക്കും നേരത്ത് വലുള്ള ഹനുമാനോലിങ്കയിൽ തടിച്ചാലുള്ള കൊമ്പത്ത് കൂടണ എന്ന് ചടന്ന് തത്തമ്മ പൂങ്കാവിലെത്തുന്നു. എത്തുമ്പടി കാവിലുള്ളവരെത്തുമ്പോൾ ഭക്ഷണം കൂടുന്ന പൊന്നുമലക്കനി സീതയെ കണ്ട് മിന്നുമൊടി പൊന്നു വാങ്ങണ മലക പെണ്ണിൻ്റെ മാറ്റി കണ്ടിട്ട് വല്ലൊന്നിക്കാരം ചെയ്യണ താനിന്നെ 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 തന താനിന്നെ 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 തന താനിന്നെ താനിന്നെ താനിന്നെ. മാപ്പിളപ്പാട്ടിൻ്റെ പല സവിശേഷതകളും ലക്ഷണയുക്തികളും മാപ്പിള രാമായണത്തിൽ പ്രകടമാണ്. പ്രധാനമായും ചില ഇശൽ ഘടനകൾ മാപ്പിള രാമായണത്തിൽ ചേരുന്നുണ്ട്. ചെമ്പകവിരുത്തം, കുതിരത്താളം, കുതിരച്ചാട്ടം എന്നീ ഇശലുകളിൽ കൂടി ഈ മാപ്പിള രാമായണത്തിലെ 5 പാട്ടുഭാഗങ്ങളും നമുക്ക് പാടിപ്പോകാവുന്നതാണ്.